ஹேய், ஹாப்பி விமன்ஸ் டே. பை தி வே, என்ன சமையல்? ஹாப்பி விமென்ஸ் டே. 7 மணிக்குள்ள வீட்டுக்கு வந்துரு என்ன? இருக்குனதுக்கு அப்புறம் வெளியில எல்லாம் சேஃபா இருக்காது. ஹாப்பி விமன்ஸ் டே. மேக்கப் இல்லைன்னா இன்னும் அழகா இருப்பீங்க. ஹாப்பி விமென்ஸ் டே. ஏய், துப்பட்டா போட மறந்துட்டேன்னு நினைக்கிறேன். இரு எடுத்துட்டு வரேன். ஹேய், ஹாப்பி விமன்ஸ் டே. கோவா போணுமா? கல்யாணத்துக்கு அப்புறம் எங்க வேணாலும் போ. ஹாப்பி விமன்ஸ் டே. என்ன மாதிரியே எல்லா ஹஸ்பண்ட்ஸும் அவங்கவுங்க ஒய்ஃபுக்கு ஃபுல் ஃப்ரீடம் கொடுக்கணும். ஹாப்பி விமென்ஸ் டே. அப்புறம் எப்போ கம்ப்ளீட் உமன் ஆக போற? ஐ மீன் எப்போ மதர் ஆக போற? ஹாப்பி விமன்ஸ் டே. ஹாப்பி விமென்ஸ் டே. Happy Women's Day. ஹாப்பி விமென்ஸ் டே. ഒരു പെൺകുട്ടി ചിരിച്ചാൽ ലോകം സുന്ദരമാണല്ലേ. ഒരമ്മ ചിരിച്ചാൽ കുടുംബം അത്രയും ഹാപ്പിയാണല്ലേ. സ്ത്രീ ശക്തരായിട്ടുണ്ടെങ്കിൽ സമൂഹത്തിൽ മുന്നോട്ട് പോകും. മാർച്ച് 8 വുമൻസ് ഡേ. ബട്ട് ഒരു ചോദ്യം, ഇന്ന് മാത്രമാണോ നിങ്ങൾക്ക് ഇവരെ പറ്റിയൊക്കെയുള്ള ഒരു ഓർമ്മ വരുന്നത്? അതും ഒരു സ്റ്റാറ്റസും സ്റ്റോറിയൊക്കെ വേണ്ടി മാത്രമാണോ നിങ്ങൾക്ക് ഇവരൊക്കെ ഓർമ്മ വരുന്നത്? ആണോ? ഇന്നത്തെ വീഡിയോ ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് എല്ലാ സ്ട്രോങ് വുമൻസിനും, സൈലൻ്റായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന, ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്ന എല്ലാ പെൺകുട്ടികളും, സ്വന്തം സ്വപ്നങ്ങൾ ഉള്ളിലൊതുക്കി ജീവിക്കുന്ന പെൺകുട്ടികൾക്കും വേണ്ടിയിട്ടാണ്. സ്ത്രീയുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് അവരുടെ മസിൽസ് അല്ല, മറിച്ച് അവരുടെ പേഷ്യൻസ്, ലവ്, സാക്രിഫൈസ് ആണ്, അല്ലേ? ഒരു പെൺകുട്ടി അവരുടെ ജീവിതത്തിൽ ഒരുപാട് റോൾ പ്ലേ ചെയ്യുന്നുണ്ട്. ഒരു കാലത്ത് അവൾ മകളായിരിക്കും, അത് പിന്നെ ഭാര്യയായിരിക്കും, അത് പിന്നെ അമ്മയായിരിക്കും. എന്തൊക്കെ റോൾസ് ആണല്ലേ ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ നടക്കുന്നത്. ഈ റോളിലൊക്കെ അവരൊക്കെ ഹാപ്പിയാണോ? നിങ്ങൾ ഒരിക്കലെങ്കിലും ചോദിച്ചിട്ടുണ്ടോ അവരോട്? എത്ര പെൺകുട്ടികളുണ്ടാവും സ്വന്തം സ്വപ്നത്തെ ഉള്ളിലൊതുക്കി മറ്റുള്ളവരുടെ മുന്നിൽ ചിരിച്ച് കാണിച്ച് അവരെ ആഗ്രഹങ്ങളൊന്നും പറയാനാവാതെ ഉള്ളിലൊതുക്കി ജീവിക്കുന്ന എത്രയോ ആൾക്കാരുണ്ടാവും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട്. അതായത് മറ്റുള്ളവരെ എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചിട്ട് ജീവിക്കുന്ന എത്രയോ പെൺകുട്ടികളുണ്ട്, അല്ലേ? പല ആൺകുട്ടികൾക്കും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാവണമെന്നില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിറ്റുവേഷനിലൂടെ കടന്നു പോകണം. ഇന്ന് ഈ പല സ്ത്രീകളും ഈ ഒരു സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നത്. അവർക്ക് വേഗം മനസ്സിലാവും, കാരണം അവർ സിറ്റുവേഷൻ അവരനുഭവിക്കുകയാണ്. എന്താണ് വുമൺ എംപവർമെൻറ്റ് എന്ന് പറയുന്നത്? അത് ശരിക്കും ഒരാണിനെ ഓപ്പോസ് ചെയ്യുന്നില്ല, മറിച്ച് സ്വന്തമായിട്ടുള്ളൊരു തീരുമാനത്തിൽ എങ്ങനെ ജീവിക്കാം, ഏത് ഡ്രസ്സ് ഇടണം, എങ്ങനെ എവിടെ ജോലിക്ക് പോകണം എന്നൊക്കെ സ്വന്തമായി തീരുമാനിച്ച് ആ തീരുമാനത്തിലൂടെ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പെണ്ണിൻ്റെ അവകാശത്തെയാണ് വുമൺ എംപവർമെൻറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. എനിക്ക് തോന്നുന്നു നമ്മളെ നാട്ടിൽ അങ്ങനെയൊക്കെ ആരും എത്രയോ ജീവിച്ചിട്ടുണ്ടാകും, അങ്ങനെ സ്വന്തമായിട്ട് തീരുമാനങ്ങളൊക്കെ എടുത്തിട്ട് സ്വന്തമായിട്ട് ഇഷ്ടത്തിൽ ജീവിക്കുന്നുണ്ടാകും. പക്ഷേങ്കിൽ അത് എത്രയോ കുറവ് ആളുകളെ ഉണ്ടാവുള്ളൂ, അല്ലേ? അതിൽ പല സ്ത്രീകളും മറ്റുള്ളവർ നമ്മളെ നാട്ടുകാരെന്ത് വിചാരിക്കും, അല്ലെങ്കിൽ അയ്യോ ഞാനത് ചെയ്താൽ അവർക്കത് ഇഷ്ടമാകുമോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഒരുപാട് പേര് ഇന്നും സ്ട്രഗിൾ ചെയ്തിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നും പല സ്ത്രീകളും, അല്ലെങ്കിൽ കുട്ടികളെ അടക്കം നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ മുന്നിൽ നമ്മൾ യാതൊന്നും റിയാക്ട് ചെയ്യാൻ പാടില്ല, സൈലൻ്റ് ആയിരിക്കണം. അവർ പറയുന്നത് പറഞ്ഞോട്ടെ, നമ്മൾ സൈലൻ്റ് ആയിരിക്കണം, നമ്മൾ മറുത്തൊന്നും പറയാൻ പാടില്ല, എന്നാലേ നല്ല കുട്ടി അല്ലെങ്കിൽ നല്ലൊരു പെൺകുട്ടി എന്ന് പറയുള്ളൂ. അഥവാ നമ്മളെങ്ങാനും മറിച്ച് പറഞ്ഞാൽ, അയ്യോ ലൈക്ക് എന്താ പറയുക, നമുക്കൊരു തീരുമാനം അവർ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല, അപ്പോൾ നമ്മൾ എന്ത് പറയും? അങ്ങനെ പറയാൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കട്ടെ. പക്ഷെ അവർ പറയും, ഓ ഈ പെണ്ണത് ഇത്ര അഹങ്കാരോ, ഇപ്പോഴോ ഇന്നാളെ മകളാണ്. സോ അതുകൊണ്ട് തന്നെ പേരൻസിന് പേടിയായിരിക്കും. എൻ്റെ മോളെ പറ്റിയിട്ട് ഇങ്ങനെ പറയാൻ പാടില്ല എന്ന് വെച്ചിട്ടായിരിക്കും അവരെന്ത് പറയുന്നുണ്ടാവുക, ഇനി ഒന്നും മിണ്ടരുത്, ഇനി അടങ്ങി ഒതുങ്ങി ഇരിക്കണം, ആരോടും അടിക്കൊന്നും പോകാൻ പാടില്ല, വർത്താനം പറയാൻ പാടില്ല എന്നൊക്കെ പറയുന്നത്. പക്ഷേങ്കിൽ ഗേൾസ്, നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ എന്താണെങ്കിലും അത് നമ്മൾ തുറന്ന് പറയണം. അത് നമ്മളെ കുട്ടികളെ പഠിപ്പിക്കണം, എങ്ങനെയാണ് തുറന്ന് പറയണം. അവർക്ക് ധൈര്യം കൊടുക്കണം. ഈ ഒരു സമൂഹത്തിൽ നമുക്ക് ധൈര്യം കൊടുക്കുകയാണ് ചെയ്യേണ്ടത് നമ്മളെ കുട്ടികളോട്. ഓക്കെ, പിന്നൊരു കാര്യം, ഈ നാട്ടുകാരല്ല നമുക്ക് ചെലവിന് തരുന്നത്, അത് മനസ്സിലാക്കണം. അതെ, ആരെല്ലാം നമുക്ക് ഭക്ഷണം തരുന്നതും നമ്മളെ ഡ്രസ്സ് വാങ്ങിത്തരുന്നതും. ഓക്കെ, സോ അവരെന്ത് വിചാരിക്കും എന്ന് വിചാരിച്ച് ജീവിക്കുന്നതിനേക്കാളും നമുക്കിതാണ് ഇഷ്ടം, എൻ്റെ ജീവിതമാണ്, എനിക്ക് ഇങ്ങനെ ആയിരിക്കാനാണ് ആഗ്രഹം എന്ന് തീരുമാനിച്ചിട്ട് ജീവിക്കുമ്പോൾ അത് അതിൻ്റേതായൊരു സന്തോഷം ഉണ്ടാകും നിങ്ങളുടെ ജീവിതത്തിൽ. നിങ്ങളിങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കേണ്ടി വരില്ല. നമ്മൾ ഇഷ്ടപ്പെട്ടാണ്, നമ്മളെ സ്വന്തം ലൈഫാണിത്, നമ്മൾ ഇഷ്ടപ്പെട്ട് ജീവിക്കണം. എത്ര പേരുണ്ട് സ്വന്തം ജീവിതത്തിന് ടൈം സ്പെൻഡ് ചെയ്യുന്നത്? പല ആൾക്കാരും ഞാൻ കണ്ടിട്ടുണ്ട്, മക്കൾക്ക് വേണ്ടിയിട്ട് സാക്രിഫൈസ് ചെയ്യുന്നത്. അവർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നു, വാരി കൊടുക്കുന്നു, പക്ഷേങ്കിൽ ഒരിക്കലും അവർ കഴിച്ചോ അല്ലെങ്കിൽ എന്താ പറയുക അവർക്ക് ഇഷ്ടപ്പെട്ടോ അതൊന്നും ആരും ചിന്തിക്കുന്നില്ല. എത്ര ആൺകുട്ടികളുണ്ട്, എത്ര ഭർത്താക്കന്മാരുണ്ട് സ്വന്തം ഭാര്യയുടെ, അല്ലെങ്കിൽ എത്ര മക്കളുണ്ട് സ്വന്തം അമ്മയുടെ അടുത്ത് പോയിട്ട്, അമ്മേ നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ,
എന്നോട് തുറന്നു പറയൂ, ഞാൻ കേട്ടിരിക്കാം, എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ സഹായിക്കാം. അല്ലേ ഭാര്യയെ, പ്രിയതമേ പറയൂ, ഞാനുണ്ട്, ഞാൻ നിന്റെ കൂടെ ഉണ്ട് എന്നൊക്കെ പറയുന്ന എത്ര ഭർത്താക്കന്മാരുണ്ട്? ഉണ്ടാവോ? ഇല്ല. അവർക്ക് ജസ്റ്റ് ഫോണാണ് അവരുടെ ജീവിതം അല്ലേ? ഇന്നത്തെ കാലത്ത് അവർക്ക് ഫോണാണ് വലുത്. ഭാര്യ വേണ്ട, അമ്മേനെ വേണ്ട, മക്കൾ അവിടുന്ന് കളിക്കുന്നുണ്ട്, കളിച്ചോട്ടെ. അങ്ങനെയുള്ള ചെറുപ്പക്കാരാണ് ഇന്ന് ഈ സമൂഹത്തിലുള്ള. ഒരു പെൺകുട്ടിയുടെ ക്യാരക്ടർ, അവരുടെ ഡ്രസ്സോ അവരുടെ സ്വഭാവമോ അവർ പറയുന്ന വാക്കുകളോ കൊണ്ടല്ല നിങ്ങൾ മെഷർ ചെയ്യേണ്ടത്. അവരെത്രത്തോളം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അവർ ഹൃദയമാണ് അളക്കേണ്ടത്. ചില പെൺകുട്ടികൾ കല്യാണം കഴിച്ച് മറ്റുള്ള വീട്ടിലേക്ക് പോകുമ്പം അവർക്ക് അവിടെ നിന്ന് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ കേൾക്കുമ്പോൾ ചില പെൺകുട്ടികൾ റിയാക്ട് ചെയ്യും, ചില പെൺകുട്ടികൾ ഒന്നും പറയാണ്ട് അതെല്ലാം ഉള്ളിലൊതുക്കി ജീവിക്കും. അന്നേരം പറയും, തൻ്റെ വീടല്ല, എൻ്റെ മോനാണ് നിനക്ക് ചെലവിന് തരുന്നത്, ഞങ്ങൾ പറയുന്നതനുസരിച്ച് ജീവിക്കണം, ഇത് നിന്റെ വീടല്ല എന്നൊക്കെ പറയും. എന്നാൽ കല്യാണം കഴിയുന്നത് മുന്നേ നമ്മൾ വീട്ടിൽ പറയും, ഇത് നിന്റെ വീടല്ല, നീ ഒരു വേറെ വീട്ടിൽ കെട്ടിക്കൊണ്ടു പോകുന്നതാണ്, അതാണ് നിന്റെ വീട് എന്നാണ് പറഞ്ഞ് പഠിപ്പിക്കുന്നത്. അത് ആദ്യം മുതലേ പറഞ്ഞ് പഠിപ്പിക്കുന്നത് അതാണ്. പക്ഷെ ശരിക്കും പറഞ്ഞാല് ഏതാണ് നമുക്ക് സ്വന്തമായിട്ടുള്ള വീട്? കല്യാണം കഴിക്കുന്ന മുന്നേ അതല്ല വീട്, കെട്ടിക്കൊണ്ടു പോകുന്ന കല്യാണം കഴിച്ച് പോകുന്ന വീടാണ് സ്വന്തം വീട്. കല്യാണം കഴിഞ്ഞ് വന്നാലോ അവര് പറയും, ഇത് നിന്റെ വീടൊന്നുമില്ല, ഇങ്ങനെയൊന്നും എന്റെ വീട്ടിൽ നിൽക്കാൻ പാടില്ല, ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയൊന്നും പെരുമാറാൻ പാടില്ല, ഇങ്ങനെ ഷൗട്ട് ചെയ്യാൻ പാടില്ല, ഇങ്ങനെ തുറന്ന് സംസാരിക്കാൻ പാടില്ല, നീ പലതും പഠിച്ചിട്ടുണ്ടാവും, അതൊന്നും ഇവിടെ വേണ്ട. അപ്പൊ എന്റെ ഡൗട്ട് എന്താണെന്ന് വെച്ചാല്, ഏതാണ് ശരിക്കുള്ളൊരു വീട്? സ്വന്തമായിട്ട് വീടുണ്ടോ? അങ്ങനെയാണെങ്കിൽ അറിയില്ലല്ലേ, എനിക്കും അറിയത്തില്ല എന്താണ് അതിന്റെ മർമ്മം എന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, പിന്നെ എനിക്ക് പറയാനുള്ള സ്പെഷ്യൽ ഒരാളെ പറ്റിയിട്ടാണ്. അത് മറ്റാരല്ല, നമ്മുടെ സ്വന്തം അമ്മയെ പറ്റിയിട്ടാണ്. എത്ര ടയേർഡായാലും എത്ര വലിയ വേദന ഉണ്ടെങ്കിലും സ്വന്തം മക്കൾക്ക് കുറച്ച് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക, അവരെ വയറ് നിറയ്ക്കുകയാണ് എല്ലാ അമ്മമാരും ചെയ്യുന്നത്. ഇനിയിപ്പോൾ മക്കളെന്തെങ്കിലും തെറ്റ് ചെയ്താൽ പോലും അവരതൊക്കെ മറക്കും, അവരെ മറക്കുള്ളൂ, അവർക്കേ ക്ഷമിക്കാൻ പറ്റുള്ളൂ, കൂടെ നമ്മളെ കൂടെ നിൽക്കാനും പറ്റുള്ളൂ. നിങ്ങൾ എപ്പോഴെങ്കിലും അമ്മമാരായിക്കോട്ടെ, ഭാര്യമാരായിക്കോട്ടെ, പെങ്ങളായിക്കോട്ടെ അപ്രിഷ്യേറ്റ് ചെയ്തിട്ടുണ്ടോ എന്തെങ്കിലും ഒരു കാര്യത്തിൽ? അതായത് ഫോർ എക്സാമ്പിൾ, നമ്മളമ്മ അല്ല ഭാര്യ, അവരത്രയും എഫേർട്ട് എടുത്തിട്ട് ഈ ഭാര്യമാരെന്നൊക്കെ പറയുമ്പോഴേ ഇതുവരെ ചെയ്യാത്ത പല പണികളും ഫുഡ് ഉണ്ടാക്കിയിട്ട് പോലും ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ എങ്ങനെയെങ്കിലും എൻ്റെ ഭർത്താവിനൊന്ന് സ്നേഹിക്കാലോ എന്ന് പറഞ്ഞിട്ട് യൂട്യൂബിൽ നിന്നും ഇൻസ്റ്റാഗ്രാമിൽ നിന്നും എല്ലാ സോഷ്യൽ മീഡിയയിൽ നിന്നും തപ്പിപ്പിടിച്ച് ഓരോരോ ഫുഡ് ഉണ്ടാക്കി കഷ്ടപ്പെട്ട് സ്നേഹത്തോടെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ അമ്മമാരും ആയിക്കോട്ടെ, അമ്മമാരും ഇഷ്ടപ്പെട്ട് സ്നേഹത്തോടെ ഉണ്ടാക്കി കൊടുക്കുന്ന ഭക്ഷണങ്ങൾ ഇവർക്ക് ഭർത്താവായിക്കോട്ടെ മക്കളായിക്കോട്ടെ കഴിക്കും, എണീക്കും, പോകും. പക്ഷെ എപ്പോഴെങ്കിലും നിങ്ങൾ അപ്രിഷ്യേറ്റ് ചെയ്തിട്ടുണ്ടോ? എൻ്റെ അമ്മയല്ലേ, എൻ്റെ ഭാര്യ നല്ല അടിപൊളി ഫുഡാണ്, എന്താ ടേസ്റ്റ്, ഇങ്ങനെയൊക്കെ ഉണ്ടാക്കൂ, അടിപൊളിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. പക്ഷേങ്കിൽ അത് പറയുമ്പോൾ അവരുടെ മുഖത്ത് ആ ചിരി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത്രയും പ്രീഷ്യസ് ആയിട്ടുള്ള ഒരു മൊമെൻ്റാണത്. സത്യം പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്ക് എന്താ പറയുക, എന്നാൽ അടുത്ത ദിവസം നല്ല ഫുഡ് ഉണ്ടാക്കി കൊടുത്താൽ എൻ്റെ മക്കൾക്കല്ല, എൻ്റെ ഭർത്താവിന് ഇതൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അപ്പോൾ അടുത്ത ദിവസം പുതിയ പുതിയ ഐറ്റംസ് നോക്കാം എന്ന രീതിയിൽ ഒരു എന്താ പറയുക, ഒരു ടെൻഡൻസി നമുക്ക് വരും. ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു അപ്രിസിയേഷൻ കൊടുക്കാനല്ലേ ഉള്ളൂ, അത് കൊടുത്തേക്ക്. എന്താ ഇത്ര ഇത്, ഒരു വാക്കല്ലേ, വാക്കൊക്കെ കൊടുത്തോളേ, നിങ്ങൾക്ക് കൊടുക്കുക. ഇന്ന് മുതലെങ്കിലും നമുക്ക് കുറച്ച് റെസ്പെക്റ്റ് കൊടുക്കുക, കുറച്ച് അപ്രിസിയേഷൻ കൊടുക്കുക, സപ്പോർട്ടീവായിട്ട് കൂടെ തന്നെ ഉണ്ടാകുക. ഒന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് കൈ പിടിച്ചിട്ട് അടുത്തിരുന്നിട്ട് ഒന്ന് സംസാരിച്ചാൽ മതി, അവർക്ക് അത്രയും സന്തോഷമാണ്. ഒരു സ്ത്രീ എംപവേർഡ് ആണെങ്കിൽ അടുത്ത ജനറേഷനും കൂടി എംപവേർഡ് ആകും. ഹാപ്പി വുമൻസ് ഡേ to all beautiful, strong, inspired women. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും സ്ട്രോങ് ആയ വുമൺ ആരാണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. ഓക്കെ, see you in the next video.